അതുപോലെ 4 പതിറ്റാണ്ട് നീണ്ട ഇപ്പോഴത്തെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയും നഷ്ടവുമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ആയത്തുള്ള അലി ഖാംനഈ ഉൾപ്പെടെ സുപ്രീം കമാൻഡർ ഉൾപ്പെടെ പ്രമുഖരായ പല നേതാക്കളെയും അവർക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളത്. നമ്മോടൊപ്പം വിദേശകാര്യ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് ചേരുന്നുണ്ട്. മോഹൻ വർഗീസിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിലായി ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏതൊക്കെ തരത്തിലുള്ള അപായങ്ങളുണ്ട് എന്ന കാര്യത്തിലേക്ക് വളരെ പെട്ടെന്നൊന്ന് പോയി വരുന്നു. ഷിനോജ് ഷംസുദ്ദീൻ ദുബൈയിൽ നിന്നുണ്ട്. ഷിനോജ്, ദുബൈയിൽ അബുദാബിയിലൊക്കെ പിന്നിട്ട മണിക്കൂറുകളിൽ ഇറാന്റെ ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒപ്പം മറ്റു ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ കൂടി ഒന്ന് പറയൂ. സൈഫു, കഴിഞ്ഞ മണിക്കൂറുകളിൽ അബുദാബിയിലും ദുബൈയിലും രൂക്ഷമായ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. സ്ഫോടന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാമായിരുന്നു. ഇപ്പോൾ UAE പ്രതിരോധകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ള വിവരങ്ങളനുസരിച്ച് അബുദാബിയിലെ അൽസലാം നേവൽ ബേസ് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് 2 ഇറാനി ഡ്രോണുകൾ എത്തിയതായാണ് സ്ഥിരീകരണം. അവിടെ വെയർഹൌസിൽ സൂക്ഷിച്ചിരുന്ന 2 കണ്ടെയ്നറുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അവിടെ ആളപായമില്ല. മറ്റൊരു സുപ്രധാന ആക്രമണം നടന്നത് ഇവിടുത്തെ ഇത്തിഹാദ് ടവേഴ്സ് എന്നറിയപ്പെടുന്ന അബുദാബിയിലെ ഒരു കെട്ടിട സമുച്ചയത്തിലാണ്. പ്രധാനപ്പെട്ട പല നയതന്ത്ര കാര്യാലയങ്ങളും ഓഫീസുകളും ഉൾപ്പെടുന്ന ഒരു കെട്ടിടമാണത്. അവിടേക്ക് ഡ്രോൺ എത്തുകയും അവിടെ ഡ്രോണിനെ പ്രതിരോധിക്കുന്നതിനിടയിൽ അതിൻ്റെ മൂർച്ചയേറിയ ഭാഗങ്ങളും മറ്റും വീണ് അവിടെ തീപിടുത്തമുണ്ടായെന്നും അവിടെ 2 പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു അമ്മയ്ക്കും കുഞ്ഞിനുമാണ് പരിക്കേറ്റത് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് 21 ഡ്രോണുകൾ സിവിലിയൻ മേഖലയിലേക്ക് പതിച്ചിട്ടുണ്ട് എന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മൊത്തം 165 ബാലിസ്റ്റിക് മിസൈലുകളും 2 ക്രൂയിസ് മിസൈലുകളും 541 ഡ്രോണുകളുമാണ് UAE ലക്ഷ്യമിട്ട് ഇറാൻ അയച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിൽ 311 ഡ്രോണുകളെ നിർവീര്യമാക്കാനോ അല്ലെങ്കിൽ പ്രതിരോധിക്കാനോ UAEക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞ 2 ദിവസത്തെ കണക്ക് പ്രകാരം 3 പേരുടെ മരണമാണ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അബുദാബിയിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പാകിസ്ഥാനിയുടെ മരണവും പിന്നീട് ഇന്ന് ഒരു ബംഗ്ലാദേശിയുടെയും അതേപോലെ തന്നെ നേപ്പാൾ സ്വദേശിയുടെയും മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ത്യക്കാരനടക്കം 58 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്ക് സാരമുള്ളതല്ല. ഇവർ പല ആശുപത്രിയിലും ചികിത്സയിലാണ്. അല്പം മുമ്പ് അബുദാബി മീഡിയ ഒരു വിഷ്വൽ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഷഹ്ബൂത്ത് മെഡിക്കൽ സിറ്റിയിൽ പരിക്കേറ്റ് കഴിയുന്നവരെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സന്ദർശിക്കുന്ന ഒരു ദൃശ്യം അബുദാബി മീഡിയ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ രാത്രിയിൽ വളരെ രൂക്ഷമായ ആക്രമണം ഉണ്ടായി. അതും ദുബൈയെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. ഒന്ന് ദുബൈ വിമാനത്താവളം തന്നെയാണ്. അവിടെയുണ്ടായ ആക്രമണത്തിൽ 4 ജീവനക്കാർക്ക് പരിക്കേറ്റു. അതേപോലെ തന്നെ അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെയും ആക്രമണം ഉണ്ടായി. അവിടെയാണ് ഒരാൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. അവിടെ 7 പേർക്ക് പരിക്കേറ്റതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദുബൈയിലെ തന്നെ അത്യാഡംബര ഹോട്ടലായ വളരെ ധനികരൊക്കെ വന്ന് താമസിക്കുന്ന വലിയ അറിയപ്പെടുന്ന ബുർജുൽ അറബ് ഹോട്ടലിന് നേരെയും കഴിഞ്ഞ രാത്രി ആക്രമണം ഉണ്ടായി. അതേപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിന് ഏറെ പേരുകേട്ട ദുബൈ ജബൽ അലിയിലെ പോർട്ടിന് നേരെയും ആക്രമണമുണ്ടായി എന്നുള്ളതാണ്. ഇവിടേക്കൊക്കെ ഡ്രോണുകൾ നേരിട്ട് പതിക്കുകയല്ല, ഈ ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവിടെ അതിൻ്റെ ചീളുകളും മറ്റും തെറിച്ച് അവിടെ തീപിടുത്തമുണ്ടാവുകയാണ് ചെയ്തത് എന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഈ അവസ്ഥ, ഈ സംഘർഷാവസ്ഥ തുടരും എന്നുള്ള നിലയ്ക്കാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം അടുത്ത 2 ദിവസത്തേക്ക് UAEയുടെ ഓഹരി വിപണികൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നു. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ദുബൈ ഫിനാൻഷ്യൽ മാർക്കറ്റും അതേപോലെ തന്നെ അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചും തുറക്കേണ്ടതില്ല എന്നാണ് അധികൃതർ തീരുമാനിച്ചിട്ടുള്ളത്. അതേപോലെ ഇന്ന് നിരവധി സഞ്ചാരികൾ എത്തുന്ന ദുബൈ ഗ്ലോബൽ വില്ലേജും അടഞ്ഞു കിടക്കുകയായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺലൈനിലേക്ക് മാറിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങൾ ജീവനക്കാർക്ക് 3-ാം തീയതി വരെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാവുന്ന അവസരവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൈഫു.